നമസ്കാരം, അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSC യുടെ 65ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ വിവിധ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000ഓളം കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്നിപർവ്വതങ്ങൾ എന്നുള്ള ടോപ്പിക് ആയിരുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്നിപർവ്വതങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. എത്ന, വെസൂവിയസ് എന്നീ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇറ്റലി. എത്ന, വെസൂവിയസ് എന്നീ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇറ്റലി. എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതമാണ് മൗനാക്കി. എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതമാണ് മൗനാക്കി. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള അഗ്നിപർവ്വതമാണ് ഒജോസ് ഡെൽ സലാഡോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലുള്ള അഗ്നിപർവ്വതമാണ് ഒജോസ് ഡെൽ സലാഡോ. ഏത് പർവ്വതനിരയുടെ ഭാഗമാണ് ഒജോസ് ഡെൽ സലാഡോ? ആൻഡീസ്. ആൻഡീസ് പർവ്വതനിരയുടെ ഭാഗമാണ് ഒജോസ് ഡെൽ സലാഡോ. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമാണ് എറീബസ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമാണ് എറീബസ്. ഏറ്റവും ഭീകരമായ അഗ്നിപർവ്വത സ്ഫോടനമാണ് ക്രാക്കത്തോവ. ഏറ്റവും ഭീകരമായ അഗ്നിപർവ്വത സ്ഫോടനമാണ് ക്രാക്കത്തോവ. ഇന്തോനേഷ്യയിലാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനം ഉള്ളത്. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമാണ് മൗണ്ട് സിഡ്നി. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമാണ് മൗണ്ട് സിഡ്നി. മോനലോവ അഗ്നിപർവ്വതം ഏത് അമേരിക്കൻ സംസ്ഥാനത്താണ്? ഹവായ്. മോനലോവ അഗ്നിപർവ്വതം ഹവായ് അമേരിക്കൻ സംസ്ഥാനത്താണ്. അസോ, ഫ്യൂജി അഗ്നിപർവ്വതങ്ങൾ ഏത് രാജ്യത്താണ്? ജപ്പാൻ. അസോ, ഫ്യൂജി അഗ്നിപർവ്വതങ്ങൾ ജപ്പാനിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വൾക്കാനിക് ദ്വീപാണ് ഐസ്ലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ വൾക്കാനിക് ദ്വീപാണ് ഐസ്ലാൻഡ്. തടാകങ്ങളുടെയും അഗ്നിപർവ്വതങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നിക്കരാങ്കോ. തടാകങ്ങളുടെയും അഗ്നിപർവ്വതങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നിക്കരാങ്കോ. അഗ്നിപർവ്വതങ്ങളില്ലാത്ത വൻകര ഏതാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ ഒട്ടും അഗ്നിപർവ്വതങ്ങൾ ഇല്ല. ഏതെല്ലാം രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് ഒജോസ് ഡെൽ സലാഡോ സ്ഥിതി ചെയ്യുന്നത്? അർജന്റീന, ചിലി. അർജന്റീന, ചിലി എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് ഒജോസ് ഡെൽ സലാഡോ സ്ഥിതി ചെയ്യുന്നത്. വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിനടിയിൽ ജപ്പാനിൽ നിന്ന് കിഴക്ക് മാറി ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം കണ്ടെത്തി. ഈ അഗ്നിപർവ്വതത്തിന്റെ പേരാണ് താമു മാസിഫ്. വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിനടിയിൽ ജപ്പാനിൽ നിന്ന് കിഴക്ക് മാറി ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം കണ്ടെത്തി. അഗ്നിപർവ്വതത്തിന്റെ പേരെന്തായിരുന്നു? താമു മാസിഫ്. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ ഉള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ മേഖല അറിയപ്പെടുന്ന പേരാണ് റിംഗ് ഓഫ് ഫയർ. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ ഉള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ മേഖല അറിയപ്പെടുന്ന പേരാണ് റിംഗ് ഓഫ് ഫയർ. ഭൂമിയിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന സജീവ അഗ്നിപർവ്വതമാണ് എറീബസ്. ഭൂമിയിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന സജീവ അഗ്നിപർവ്വതത്തെ പറയുന്ന പേരാണ് എറീബസ്. ഈ അഗ്നിപർവ്വതം ഏത് വൻകരയിലാണ്? അന്റാർട്ടിക്ക വൻകരയിലാണ്. ഇക്വഡോറിലെ പ്രശസ്തമായ അഗ്നിപർവ്വതമാണ് കോട്ടോപാക്സി. ഇക്വഡോറിലെ പ്രശസ്തമായ അഗ്നിപർവ്വതമാണ് കോട്ടോപാക്സി. മെറാപ്പി, സെമേരു എന്നീ അഗ്നിപർവ്വതങ്ങൾ ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യ. മെറാപ്പി, സെമേരു എന്നീ അഗ്നിപർവ്വതങ്ങൾ ഇന്തോനേഷ്യ രാജ്യത്താണ്. പസഫിക്കിന്റെ ദീപസ്തംഭം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതമാണ് ഇഷാൽക്കോ. പസഫിക്കിന്റെ ദീപസ്തംഭം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതമാണ് ഇഷാൽക്കോ. നമ്മളിപ്പോ പഠിച്ചത് അഗ്നിപർവ്വതങ്ങളെ കുറിച്ചിട്ടായിരുന്നു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മരുഭൂമിയെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ ശീത മരുഭൂമി ഏതാണ്? ലഡാക്ക്. ഇന്ത്യയിലെ ശീത മരുഭൂമിയാണ് ലഡാക്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ ശീത മരുഭൂമി ഗോബി. കണക്ട് ചെയ്ത് പഠിക്കുക. ഇന്ത്യയിലെ ശീത മരുഭൂമി ലഡാക്ക്, ഏഷ്യയിലെ ഏറ്റവും വലിയ ശീത മരുഭൂമി ഗോബി.
ഏഷ്യയിലെ ഏറ്റവും വലിയ സബ് ട്രോപ്പിക്കൽ മരുഭൂമിയാണ് അറേബ്യൻ മരുഭൂമി. ഏഷ്യയിലെ ഏറ്റവും വലിയ സബ് ട്രോപ്പിക്കൽ മരുഭൂമിയാണ് അറേബ്യൻ മരുഭൂമി. ഏത് വൻകരയിലാണ് ഗോബി മരുഭൂമി? ഏഷ്യ വൻകരയിലെ. ഏത് വൻകരയിലാണ് ഗോബി മരുഭൂമി? ഏഷ്യയിലെ. മരുഭൂമിയിൽ കാണുന്ന കൂൺശിലകൾ എന്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് രൂപപ്പെടുന്നത്? കാറ്റിന്റെ. മരുഭൂമിയിൽ കാണപ്പെടുന്ന കൂൺശിലകൾ കാറ്റിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് രൂപപ്പെടുന്നത്. മരുഭൂമി ഇല്ലാത്ത ഗൾഫ് രാജ്യമാണ് ബഹ്റൈൻ. മരുഭൂമി ഇല്ലാത്ത ഗൾഫ് രാജ്യമാണ് ബഹ്റൈൻ. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് അന്റാർട്ടിക് മരുഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് അന്റാർട്ടിക് മരുഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ. വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ശീത മരുഭൂമിയാണ് ആർട്ടിക് മരുഭൂമി. വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ശീത മരുഭൂമിയാണ് ആർട്ടിക് മരുഭൂമി. സഹാറയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് എമിക്കൗസി കൊടുമുടി. സഹാറയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് എമിക്കൗസി കൊടുമുടി. ബിഗ് റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി ഏത്? സിംസൺ. ബിഗ് റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി ഏതാണ്? സിംസൺ. എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? ഓസ്ട്രേലിയയിലെ. അറ്റക്കാമ മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിലാണ്? തെക്കേ അമേരിക്കയിലെ. അറ്റക്കാമ മരുഭൂമി തെക്കേ അമേരിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശീത മരുഭൂമിയാണ് അന്റാർട്ടിക് മരുഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ശീത മരുഭൂമിയാണ് അന്റാർട്ടിക് മരുഭൂമി. ലോകത്തെ ഏറ്റവും വലിയ സബ് ട്രോപ്പിക്കൽ മരുഭൂമി ഏതാണ്? സഹാറ. ലോകത്തെ ഏറ്റവും വലിയ സബ് ട്രോപ്പിക്കൽ മരുഭൂമിയാണ് സഹാറ. ഗോബി മരുഭൂമി ഏത് രാജ്യത്താണ്? മംഗോളിയ. ഗോബി മരുഭൂമി മംഗോളിയ രാജ്യത്താണ്. തക്ലമക്കാൻ മരുഭൂമി ഏത് രാജ്യത്താണ്? ചൈന. തക്ലമക്കാൻ മരുഭൂമി ചൈനയിലാണ്. യൂറോപ്പിലെ ഏക മരുഭൂമിയായ തബർനസ് മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? സ്പെയിൻ. യൂറോപ്പിലെ ഏക മരുഭൂമിയായ തബർനസ് മരുഭൂമി സ്പെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പെയിന്റഡ് ഡെസേർട്ട് ഏത് വൻകരയിലാണ്? വടക്കേ അമേരിക്കയിലെ. പെയിന്റഡ് ഡെസേർട്ട് വടക്കേ അമേരിക്കയിലാണ്. മൊജാവ് മരുഭൂമി ഏത് വൻകരയിലാണ്? വടക്കേ അമേരിക്കയിലാണ്. മൊജാവ് മരുഭൂമി വടക്കേ അമേരിക്കയിൽ തന്നെയാണ്. ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്ന കലഹാരി മരുഭൂമി ഏത് രാജ്യത്താണ്? ബോട്സ്വാന. ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്ന മരുഭൂമി ഏതാണ്? കലഹാരി മരുഭൂമി. അത് ഏത് രാജ്യത്താണ്? ബോട്സ്വാന. സഹാറ മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്ക ഭൂഖണ്ഡത്തിലാണ്. സഹാറ മരുഭൂമി ആഫ്രിക്ക ഭൂഖണ്ഡത്തിലാണ്. ലോകത്തിലെ പ്രധാന വജ്രഖനികളിൽ ഒന്നായ ഒറാപ്പ സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് കലഹാരി. ലോകത്തിലെ പ്രധാന വജ്രഖനികളിൽ ഒന്നായ ഒറാപ്പ സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് കലഹാരി. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മരുഭൂമിയാണ് നമീബ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മരുഭൂമിയാണ് നമീബ്. ലോകത്തിലെ ഏറ്റവും വരണ്ട പ്രദേശങ്ങളിൽ ഒന്നായ അറ്റക്കാമ മരുഭൂമി ഏത് രാജ്യത്താണ്? ചിലിയിലാണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട പ്രദേശങ്ങളിൽ ഒന്നായ അറ്റക്കാമ മരുഭൂമി ചിലിയിലാണ്. സഹാറയിലെ ഏക ശുദ്ധജല തടാകമാണ് ചാണ്ട്. സഹാറയിലെ ഏക ശുദ്ധജല തടാകമാണ് ചാണ്ട്. സൗരയൂഥത്തിലെ ഭൂമിയെ കൂടാതെ മരുഭൂമി കണ്ടെത്തിയിട്ടുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ. സൗരയൂഥത്തിൽ ഭൂമിയെ കൂടാതെ മരുഭൂമി കണ്ടെത്തിയിട്ടുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ. ചാൽബി മരുഭൂമി. ചാൽബി മരുഭൂമി ഏത് വൻകരയിലാണ്? ആഫ്രിക്കയിലാണ്. ചാൽബി മരുഭൂമി ആഫ്രിക്ക വൻകരയിലാണ്. അഗ്നിപർവ്വതങ്ങളെയും മരുഭൂമികളെയും കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഒരു ടോപ്പിക്കും കൂടി നോക്കാം. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കാർട്ടോഗ്രാഫർ എന്താണ് നിർമ്മിക്കുന്നത്? ഭൂപടമാണ്. കാർട്ടോഗ്രാഫർ ആണ് ഭൂപടം നിർമ്മിക്കുന്നത്. വ്യത്യസ്ത ഭൂപടങ്ങളുടെ സമാഹാരമാണ് അറ്റ്ലസ്. ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയതാണ് എബ്രഹാം ഒർട്ടേലിയസ്. ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് ഒരു അറ്റ്ലസ് തയ്യാറാക്കിയതാണ് എബ്രഹാം ഒർട്ടേലിയസ്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവാണ് മെർക്കാറ്റർ. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവാണ് മെർക്കാറ്റർ. ആദ്യമായി ലോകത്തിന്റെ മാപ്പ് നിർമ്മിച്ചതാര്? അനാക്സിമാൻഡർ. ആദ്യമായി ലോകത്തിന്റെ മാപ്പ് നിർമ്മിച്ചതാണ് അനാക്സിമാൻഡർ.
ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനുള്ള ഉപാധികൾ ഏതൊക്കെയാണ്? ഫോം ലൈനുകൾ, കോണ്ടൂർ രേഖകൾ, സ്പോട്ട് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനുള്ള ഉപാധികളാണ് ഫോം ലൈനുകൾ, കോണ്ടൂർ രേഖകൾ, സ്പോട്ട് ഹൈറ്റ്, ബെഞ്ച് മാർക്ക്. ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡസി. ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡസി. ഭൂമിശാസ്ത്ര പഠനത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നതാണ് ഭൂപടങ്ങൾ. ഭൂമിശാസ്ത്ര പഠനത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നതാണ് ഭൂപടങ്ങൾ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാല് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചതാരാ? ടോളമി. അക്ഷാംശ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഭൂപടം നിർമ്മിച്ചതാണ് ടോളമി. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് SOI മാപ്സ്. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ പൊതുവെ അറിയപ്പെടുന്നതാണ് SOI മാപ്സ്. താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. ദക്ഷിണ ധ്രുവത്തിന്റെ അക്ഷാംശം എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ദക്ഷിണ ധ്രുവത്തിന്റെ അക്ഷാംശം എത്ര ഡിഗ്രി? 90 ഡിഗ്രി ദക്ഷിണാക്ഷാംശം. ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖയാണ് കോണ്ടൂർ രേഖ. ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖയാണ് കോണ്ടൂർ രേഖ. ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് പ്ലാനിമീറ്റർ. ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് പ്ലാനിമീറ്റർ. ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളെയുമായി ആകെ എത്ര ഷീറ്റുകളിലാണ് ധരാതലീയ ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? 2222 ഷീറ്റുകളിൽ. ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളെയുമായി ആകെ എത്ര ഷീറ്റുകളിലാണ് ധരാതലീയ ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? 2222 ഷീറ്റുകളിൽ. ഭൂമധ്യരേഖ മുതൽ 60 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനായി എത്ര ഷീറ്റുകളാണുള്ളത്? 1800 ഷീറ്റുകൾ. ഭൂമധ്യരേഖ മുതൽ 60 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനായി എത്ര ഷീറ്റുകളാണുള്ളത്? 1800 ഷീറ്റുകൾ. ഉത്തര ദക്ഷിണ ഗോളങ്ങളിൽ 60 ഡിഗ്രി മുതൽ 82 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങൾക്ക് 420 ഷീറ്റുകളിലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ വിഭവങ്ങൾ കണ്ടെത്തി പഠനം നടത്താനും നഗരാസൂത്രണത്തിനുമായി ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായി ഒരു പ്രദേശത്തിന്റെ വിഭവങ്ങൾ കണ്ടെത്തി പഠനം നടത്താനും നഗരാസൂത്രണത്തിനുമായി ഉപയോഗിക്കുന്ന ഭൂപടങ്ങളെയാണ് ധരാതലീയ ഭൂപടങ്ങൾ. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നത് എന്താണ്? ബെഞ്ച് മാർക്കാണ്. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നത് എന്താണ്? ബെഞ്ച് മാർക്കാണ്. അടുത്തടുത്ത 2 കോണ്ടൂർ രേഖകളുടെ മൂലവ്യത്യാസത്തെ എങ്ങനെ വിളിക്കുന്നു? കോണ്ടൂർ ഇടവേള. അടുത്തടുത്ത 2 കോണ്ടൂർ രേഖകളുടെ മൂലവ്യത്യാസത്തെ കോണ്ടൂർ ഇടവേള എന്ന് വിളിക്കുന്നു. ഒരു പ്രത്യേക സ്ഥലത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്പോട്ട് ഹൈറ്റ്. അതായത് ഒരു പ്രത്യേക സ്ഥലത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ ഒരു കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് സ്പോട്ട് ഹൈറ്റ്. ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന ചുരുക്കപ്പേരാണ് ടോപ്പോഷീറ്റ്. ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന ചുരുക്കപ്പേരാണ് ടോപ്പോഷീറ്റ്. പ്രത്യേക വിഷയങ്ങളിൽ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്ന പേരാണ് തീമാറ്റിക് ഭൂപടങ്ങൾ. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ അറിയപ്പെടുന്ന പേരാണ് തീമാറ്റിക് ഭൂപടങ്ങൾ.
ധരാതലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന രേഖയാണ് കോണ്ടൂർ രേഖ. ധരാതലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന രേഖയാണ് കോണ്ടൂർ രേഖ. ധരാതലീയ ഭൂപടങ്ങളിൽ പാർപ്പിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് ചുവപ്പ്. ധരാതലീയ ഭൂപടങ്ങളിൽ പാർപ്പിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് ചുവപ്പ്. ധ്രുവ പ്രദേശങ്ങളുടെ ഭൂപടം നിർമ്മിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രക്ഷേപമാണ് ശീർഷതല പ്രക്ഷേപം. ധ്രുവ പ്രദേശങ്ങളുടെ ഭൂപടം നിർമ്മിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രക്ഷേപമാണ് ശീർഷതല പ്രക്ഷേപം. ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? വടക്ക്. നമുക്കെല്ലാം അറിയാം, ഒരു ഭൂപടത്തിന്റെ മുകൾ ഭാഗം വടക്കിനെയാണ് സൂചിപ്പിക്കുന്നത്, വടക്ക് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാതെ രേഖകളാൽ ചിത്രീകരിക്കുന്ന മാർഗമാണ് ഫോം ലൈൻ. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാതെ രേഖകളാൽ ചിത്രീകരിക്കുന്ന മാർഗത്തെയാണ് ഫോം ലൈൻ എന്ന് പറയുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്ത സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്ത സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. പ്രാചീന കാർട്ടോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് അനാക്സിമാൻഡർ. പ്രാചീന കാർട്ടോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അനാക്സിമാൻഡർ. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തിയ ഭൂപടമാണ് കണ്ടസ്ട്രൽ ഭൂപടം. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തിയ ഭൂപടമാണ് കണ്ടസ്ട്രൽ ഭൂപടം. ഭൂപടത്തിൽ നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്ന നിറമാണ് പച്ച. ഭൂപടത്തിൽ നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? പച്ച. ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ. കൺഫ്യൂസിംഗ് ഫാക്ട് ആണ്. അതായത് നമ്മൾ ഭൂപടത്തിൽ നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്നത് പച്ച നിറം, ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ. ഒരേ കാന്തിക പ്രഭാവമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖകളാണ് ഐസോഗോണൽസ്. ഒരേ കാന്തിക പ്രഭാവമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖകളാണ് ഐസോഗോണൽസ്. ഭൂപടത്തിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കുന്ന നിറമാണ് നീല. നമുക്കെല്ലാം അറിയാം, ഭൂപടത്തിൽ ജലാശയങ്ങളെ സൂചിപ്പിക്കുന്നത് നീല നിറത്തിലാണ്. റെയിൽ പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ നിറമേതാണ്? കറുപ്പ്. റെയിൽ പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ നിറമാണ് കറുപ്പ്. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയർന്ന സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന കോണ്ടൂർ രേഖകളുടെ നിറമേതാണ്? തവിട്ട് നിറം. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയർന്ന സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന കോണ്ടൂർ രേഖകളുടെ നിറമാണ് തവിട്ട് നിറം. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്ന നിറമാണ് വെളുപ്പ്. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്ന നിറമാണ് വെളുപ്പ്. ഭൂപടത്തിൽ മണൽക്കൂനകൾ, പാറക്കൂട്ടങ്ങൾ, കുന്നുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറമാണ് തവിട്ട്. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയർന്ന സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന കോണ്ടൂർ രേഖകളുടെ നിറം തവിട്ട്. ഭൂപടത്തിൽ മണൽക്കൂനകൾ, പാറക്കൂട്ടങ്ങൾ, കുന്നുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറവും തവിട്ട് തന്നെയാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് അഗ്നിപർവ്വതങ്ങൾ, മരുഭൂമി, ഭൂപടങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടായിരുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ വിഷയവുമായി കാണാവുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.